സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 ഓഗസ്റ്റ് 17 കൈത്താക്കാലം 4-ാം ഞായർ. നിയമാവർത്തന പുസ്തകം അധ്യായം 5 വാക്യങ്ങൾ 16 മുതൽ 24 വരെ. ഏശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം 13 മുതൽ 21 വരെ വാക്യങ്ങൾ. കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 12 മുതൽ 18 വരെ വാക്യങ്ങൾ. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം അധ്യായം 7 വാക്യങ്ങൾ 1 മുതൽ 13 വരെ. മനുഷ്യനാകണം. രചന ബോബി ജോർജ്. ആഖ്യാനം രജൻ ജോർജ്. മിനിമം ഒരു ക്രിസ്ത്യൻ പേരും മാമോദിസായും ഉണ്ടെങ്കിൽ തങ്ങൾ ക്രിസ്ത്യാനിയായി എന്ന് ലളിതമായി കരുതുന്നവരാണ് ഒരുപാട് ക്രൈസ്തവർ. ഇന്നത്തെ വായനകൾ, പ്രത്യേകിച്ച് ലേഖനവും സുവിശേഷവും, ആരാണൊരു ക്രൈസ്തവൻ എന്ന പ്രസക്തമായൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. 2 യോഗ്യതകളാണ് ഒരു ക്രൈസ്തവന് വേണ്ടതെന്ന് ഈ വചനഭാഗങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. 1, ക്രിസ്തു പ്രശംസിക്കുന്നവനാണ് ഒരു ക്രിസ്ത്യാനി. 2, ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവനാണ് അവൻ അഥവാ അവൾ. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അന്തസത്തയിലേക്ക് ഈ വായനകൾ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നാം എല്ലാവരും നമ്മെക്കുറിച്ച് വലിയ മതിപ്പുള്ളവരാണ്. എല്ലാറ്റിൻ്റെയും കേന്ദ്രം നമ്മളാണെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ചുറ്റുമാണ് നാം ജീവിക്കുന്നത്. ചുറ്റുമുള്ളതെല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ത്വര മനുഷ്യന് എക്കാലത്തുമുണ്ട്. വെട്ടിപ്പിടിക്കുന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന സ്വഭാവം എന്ന് പ്രസിദ്ധ എഴുത്തുകാരനായ എലിയാസ് കാനറ്റി പറഞ്ഞു. നമ്മുടെ അഭിമാനത്തിൻ്റെയും വലിപ്പത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനം നമ്മുടെ സ്വത്തും പ്രൗഢിയും അധികാരവുമൊക്കെ ആണെന്നുള്ള ചിന്ത അതുകൊണ്ട് തന്നെ മനുഷ്യനിൽ പ്രബലമാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായി അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന് പൗലോസ് പറഞ്ഞു വയ്ക്കുന്നു. അതുപോലെ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല, മറിച്ച് കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. സാധാരണ മാനുഷിക ചിന്തകളെ നയിക്കുന്നത് ചില ലളിതമായ വലിപ്പ ചെറുപ്പ സങ്കല്പങ്ങളാണ്. അധികാരവും സമ്പത്തും സ്വാധീനവും സൗന്ദര്യവുമൊക്കെ ഉള്ളവനാണ് കൂടുതൽ നിലയും വിലയും എന്ന ഒരു ധാരണയുണ്ട്. ഇതൊന്നുമില്ലാത്തവന് എന്താണ് അഭിമാനിക്കുവാനുള്ളത് എന്നതാണ് ചോദ്യം. പക്ഷേ ക്രിസ്തുവിൻ്റെ പ്രശംസയുടെ മാനദണ്ഡങ്ങൾ വേറെയാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതം ഓർക്കുക. അത് എളിയവരെ ഉയർത്തുന്ന ദർശനമാണ്. അത് അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു വ്യവസ്ഥിതിയാണ്. എന്താണ് ക്രിസ്തുവിലുള്ള അഭിമാനത്തിൻ്റെ അളവുകൾ? അത് സ്നേഹം കൊണ്ട് നമ്മൾ എത്ര ജീവിതങ്ങളെ മാറ്റി എന്നതാണ്. അത് നമ്മുടെ നിസാരതയെ നമ്മൾ എത്രമാത്രം മനസ്സിലാക്കി എന്നതാണ്. സത്യവും നുണയും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കൂടുതൽ ആലോചിക്കാതെ സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവനെയാണ് ക്രിസ്തു പ്രശംസിക്കുക. ദരിദ്രനെയും അടിച്ചമർത്തപ്പെട്ടവനെയും ചേർത്ത് നിർത്തുന്നവനെയാണ് ക്രിസ്തു അംഗീകരിക്കുക. എല്ലാവരും കൂടുതലായി അവനവനിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ തന്നെ രാജാവും പ്രജയുമാകുന്ന നമ്മുടെ ലോകം. മനുഷ്യൻ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ സാധിക്കുന്ന യന്ത്രങ്ങളെ നാം റെഡിയാക്കുന്നുണ്ട്. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം എന്താണ് മനുഷ്യൻ എന്നതാണ്. മനുഷ്യൻ എന്തിനാണ് ദേവാലയത്തിൽ പോകുന്നത് എന്നതിന് രസകരമായൊരു ഉത്തരമുണ്ട്. അത് ഇതാണ്: മനുഷ്യൻ ദൈവമല്ല എന്ന് ഇടയ്ക്കിടെ ഓർക്കാനാണത്. മനുഷ്യനാണ് എന്നതിൻ്റെ മാനദണ്ഡം ക്രിസ്തുവിനെ പ്രശംസിക്കാൻ പറ്റിയ ഒരാളായി ഒരുവൻ മാറിയോ എന്നതാണ്. മൈ ബോസ് ഇസ് എ ജൂഡിഷ് കാർപ്പൻറ്റർ എന്നെഴുതിയ ടീഷർട്ട് ഇട്ട് നടക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടാകും. ആ കാർപ്പൻറ്ററിനെ ഓർത്ത് അഭിമാനിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ, അതുപോലെ ആ കാർപ്പൻറ്ററിന് നമ്മെ പ്രശംസിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യൻ എന്ന പരീക്ഷയിൽ വിജയിക്കുന്നത്. അധരവും ഹൃദയവും. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുള്ള ഇന്നത്തെ വായന നമ്മെ കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിലെ മതത്തിൻ്റെ മനുഷ്യനും ക്രിസ്തുവിൻ്റെ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും മനോഹരമായി പറയുന്ന ഒരിടത്തേക്കാണ്. ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയങ്ങൾ എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. അധരങ്ങൾ കൊണ്ട് മാത്രം മതമനുഷ്ഠിക്കുന്ന മനുഷ്യനെ 2000 വർഷം മുമ്പ് തന്നെ യേശു മനസ്സിൽ കണ്ടിരുന്നു. ഏശയ്യാ പ്രവാചകന്റെ വാക്കുകളാണ് ഇവിടെ യേശു ഉദ്ധരിക്കുന്നത്. ആ അധ്യായത്തിൽ
ഇതിനോട് ചേർന്ന് വരുന്ന കുറച്ച് വാക്യങ്ങൾ കൂടി ശ്രദ്ധേയമാണ്. യേശയ്യ പറയുന്നു, എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ്. തങ്ങളുടെ ആലോചനകളെ അവർ കർത്താവ് കാണാതെ ഒളിപ്പിച്ചു വയ്ക്കുകയും തങ്ങളുടെ പ്രവർത്തികൾ അന്ധകാരത്തിൽ നടത്തുകയും ഞങ്ങളെ ആര് കാണും, ഞങ്ങളെ ആരറിയുകയും ചെയ്യും എന്ന് ചോദിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. മതം മനുഷ്യൻ എന്താണ് എന്ന ചോദ്യം വളരെ പഴയതാണ്. ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം അത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസ സംഹിതകളുടെയും ഒരു കൂട്ടം മാത്രമാണ്. ആദിമകാലം മുതൽ മനുഷ്യൻ കണ്ടുപരിചയിച്ച ഒന്നാണിത്. അവർക്ക് ദൈവം എന്നത് നിയമങ്ങൾ തരുന്ന ഒരാൾ മാത്രമാണ്. മനുഷ്യൻ്റെ ആരാധനയും പൂജകളും മാത്രം പ്രതീക്ഷിച്ച് നമ്മൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ദൂരത്തെവിടെയോ ജീവിക്കുന്ന അദൃശ്യരൂപിയാണ് മഹാഭൂരിപക്ഷത്തിനും ദൈവമെന്നത്. ഇങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്ന മനുഷ്യരുടെ ഇടയിലേക്കാണ് ക്രിസ്തു വ്യത്യസ്തനായ ഒരു ദൈവത്തെ അവതരിപ്പിച്ചത്. നിയമത്തിൻ്റെ ഭാഷ മാത്രം പരിചയിച്ച മനുഷ്യർക്ക് ഹൃദയത്തിൻ്റെ ഭാഷ സംസാരിച്ച ആളെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അധരവ്യായാമങ്ങളുടെ മതത്തിൽ നിന്നും വ്യത്യസ്തമായൊരു മതത്തെ ക്രിസ്തു അവർക്ക് പരിചയപ്പെടുത്തി. മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമങ്ങളല്ല, ഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹം കൊണ്ടാണ് ഒരാൾ ദൈവത്തിന് പ്രീതിയുള്ളവനാകുന്നത് എന്നത് വിപ്ലവകരമായ ചിന്തയായിരുന്നു. വാക്കും പ്രവൃത്തിയും. ഏറ്റവും സൗകര്യപ്രദമായത് തേടിപ്പോകുന്നവരാണ് മനുഷ്യർ പൊതുവെ. അധ്വാനം, ത്യാഗം എന്നതൊക്കെ നമുക്ക് പ്രയാസമാണ്. ഒരു മതമനുഷ്യൻ ആയിരിക്കുക താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ്. നമ്മെ തന്നെ വഞ്ചിച്ചുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മതമനുഷ്ഠിക്കുക എളുപ്പമാണ്. അപ്പോൾ മതം എന്നത് വാക്ക് മാത്രമായി പോകും. വാക്ക് മാത്രമായി പോകുന്ന പ്രവൃത്തിയില്ലാത്ത മതം വിശുദ്ധ ഗ്രന്ഥത്തിൽ കടുത്ത വാക്കുകൾക്ക് കാരണമാകുന്നുണ്ട്. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണെന്ന് യാക്കോബ് പറഞ്ഞു വച്ചു. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്ന് യോഹന്നാൻ എഴുതി. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ കണക്കെടുപ്പ് വിവരിക്കുന്നുണ്ട്. അതിൽ കൈവിരിച്ച് പിടിച്ചു ചൊല്ലിയ പ്രാർത്ഥനകളും കണ്ട കുർബാനകളും നൊവേനകളും അനുഷ്ഠിച്ച നിയമങ്ങളും വരുന്നില്ല. അത് നമ്മൾ ചെയ്തതിൻ്റെ മാത്രം കണക്കാണ്. ഉരുവിട്ട വാക്കുകളുടെ എണ്ണം അവിടെ എടുക്കുന്നില്ല. കാഴ്ചക്കാരില്ലാതെ ഹൃദയത്തിൻ്റെ സ്വരം മാത്രം കേട്ട് ചെയ്തതിൻ്റെ കണക്കുകളാണത്. നിന്റെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യാൻ പറഞ്ഞപ്പോൾ സങ്കടത്തോടെ തിരിച്ചുപോയ ധനികനായ യുവാവിനെ നാം ബൈബിളിൽ കാണുന്നുണ്ട്. മനുഷ്യനാകണം. മുരുകൻ കാട്ടാക്കടയുടെ പ്രശസ്തമായൊരു കവിതയുണ്ട്, മനുഷ്യനാകണം. യന്ത്രങ്ങൾ കൂടുതൽ മനുഷ്യരെ പോലെ ആകുമ്പോൾ മനുഷ്യർ ഹൃദയമില്ലാത്ത യന്ത്രങ്ങളാകുന്ന കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമാണ് മാർക്സിസം എന്ന് കവി പറയും. ഞാനുമില്ല നീയുമില്ല നമ്മളാകണമെന്ന് പാടും കവി. ഇതാണ് ക്രിസ്തുവും പറയുന്നത്. വാക്കിൻ്റെ മനുഷ്യർ മാത്രമല്ല, പ്രവൃത്തിയുടെ മനുഷ്യരാകാൻ. അധരം മാത്രമുള്ള ക്രൈസ്തവർ അല്ല, മറിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഹൃദയം കൂടിയുള്ള ക്രിസ്ത്യാനിയാകാൻ. ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നവർ മാത്രമല്ല, ആ വാക്കുകളിൽ പ്രവൃത്തി കൂടി കണ്ടെത്തുന്നവരാകാൻ. ലോകത്ത് സമ്പത്ത് കൂടുമ്പോഴും ദരിദ്രരും കൂടുന്നത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ഹൃദയം ചേർത്ത് വയ്ക്കാൻ തയ്യാറുള്ള മനുഷ്യർ കുറയുമ്പോഴാണ്. സമ്പത്തിൽ അഭിരമിച്ചുകൊണ്ട് സ്വാർത്ഥനാകുവാനും അതോടൊപ്പം മതാനുഷ്ഠാനങ്ങളിൽ ജാഗ്രത ഉള്ളവനാകാനും എളുപ്പമാണ്. അതുമാത്രം കൊണ്ട് ഭൂമിയിൽ നീതിയും സമാധാനവും സംജാതമാകില്ല. അതിനു വേണ്ടത് അപരനെ കാണാൻ കഴിവുള്ള മനുഷ്യരാണ്. അധരത്തിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള ദൂരം നടന്നു കയറുമ്പോഴാണ് നല്ലൊരു ക്രിസ്ത്യാനി പിറക്കുന്നത്. നല്ലൊരു മനുഷ്യനും ജനിക്കും. അപ്പോൾ അവൻ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന ഹൃദയമില്ലാത്ത മതത്തിൻ്റെ പ്രചാരകനായിരിക്കില്ല, മറിച്ച് സ്നേഹത്തിൻ്റെ മുദ്ര പതിപ്പിച്ച ക്രിസ്തുവിൻ്റേതുപോലുള്ള ഹൃദയമുള്ളവനായിരിക്കും. സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 ഓഗസ്റ്റ് 17 കൈത്താക്കാലം 4-ാം ഞായർ. മനുഷ്യനാകണം. രചന ബോബി ജോർജ്. ബാംഗ്ലൂർ IIM-ൻ്റെ സീനിയർ മാനേജരും എഴുത്തുകാരനുമാണ് ലേഖകൻ. ആഖ്യാനം രജിൻ ജോർജ്.